ഹോയ് പർപ്പിൾസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം അക്കുക്കാന്ന് വിളിക്കാം. വെണ്ണിലവി പൂവായി வைப்பேனே வானவிலையுடையாய் தைப்பேனே உனக்காக ஏதும் செய்வேன் நீ எனக்கென செய்வாയോ இந்த ഒരു ജന്മം പോരാ. എൻ്റെ പൊന്ന് തക്കുടേ, ഞാൻ പറഞ്ഞോളാം, നിങ്ങൾ കഥയിലേക്ക് പോയാൽ മതി. ബാക്കി ഇൻട്രോഡക്ഷനും കാര്യങ്ങളൊക്കെ ഞാൻ തന്നെ പറഞ്ഞോളാം എൻ്റെ പിള്ളേരോട്. ഓ എൻ്റെ പൊന്നു മധുരക്കനീസ്, ഈ റൈറ്റർക്ക് ഭയങ്കര ജാടയല്ലേ. ഇവിടെ കൊള്ളൂല ഈ റൈറ്റർ. നമുക്ക് ഡിവോഴ്സ് ചെയ്യുന്ന തന്നെ. നിങ്ങൾ ഓക്കെ പറയണം, സ്പോട്ടിൽ ഡിവോഴ്സ് ചെയ്യും. വേഗം പറ, വേണമെങ്കിൽ വേണമെന്ന് പറ, ഇല്ല നമുക്ക് ഡിവോഴ്സ് കളയും. ഇവിടെ ശരിയല്ല. ഇവിടെ തക്കുടു നാറ്റിച്ച് മനുഷ്യനൊന്നും എവിടെയൊന്ന് ഒരു പെമ്പിള്ളേരെ മുന്നിലൊന്നും നേരെ നിൽക്കാൻ പോലും നമ്മളത് സമ്മതിക്കില്ല. എന്തൊരവസ്ഥയാണ് അതൊക്കെ. ഇവളമാരിൽ നമുക്ക് രക്ഷപ്പെടാം പർപ്പിൾസ്. കമോൺ, നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോകാം. നമുക്ക് അവിടെ ഒരു മണിയറ പണിയാൻ. മനൂട്ടാ, പാത്തിമേനെ കണ്ടാ? പാത്തിമേനെ കാണണ്ടി. പാത്തിമ വന്നിട്ടുണ്ട്, പാത്തിമേനെ കാണുന്നില്ല. അച്ഛന്ന് പോയാർക്കാടുന്ന്. അച്ഛന് ഇവിടെ വേറെ പരിപാടി. അനക്കെന്ത് പരിപാടി? ഇജെന്താക്കുക? പോയ അച്ഛന്ന് കോൺസേഷൻ എന്തുവാടാ കോൺസെൻട്രേഷൻ എന്നാണെന്ന് പറ. പൊന്നു പൊട്ടാ, കോൺസെൻട്രേഷൻ അല്ല കോൺസെൻട്രേഷൻ. ഇതിന് ഒരു ഇംഗ്ലീഷുകാരെ മതിക്ക് നമ്മൾ ഇംഗ്ലീഷ് കണ്ടതാ. ജോ ആയിരുന്നു. പാത്തുമ്മ വന്ന ആരാ? മനസ്സിലായില്ലേ? ഞാനാ ചെക്കൻ. നീയാ? അയ്യോ, എനിക്കൊന്നും കേൾക്കാൻ വയ്യേ. പോടി പട്ടി, നമുക്ക് എന്ത് പറഞ്ഞാലും കൊട. ഇതിൻ്റെ ഈ ചിരി കണ്ടറിയാം. ഇതിൻ്റെ ആ ബ്രദറില്ലേ തക്കുടു കുഞ്ഞ്, തക്കുടുവിൻ്റെ അതേ കിണിയാ. ആ തക്കുടു കൊക്കുമ്പോൾ തന്നെ ഓ പിന്നെ സാറിൻ്റെ പിന്നെ മഹാരാജന്മാർ ചിരിക്കണ്ട എന്ന് പറഞ്ഞുള്ള ചിരിയാണല്ലോ. ഒന്ന് പോയേക്കാം. ഈ മരപ്പെട്ടില്ല കൊല്ലുടി ഞാൻ. എന്താ കൊച്ചിറക്ക? എന്തുവാടെ ഇത് രാവിലെ തന്നെ തുടങ്ങും രണ്ടുപേരും അങ്ങോട്ടും കര പിരേന്. ഞാനല്ലടി ഇവൻ വെറുതെ രാവിലെ തന്നെ എന്നെ ചൊറിയാന്നൊക്കെ. ഇവൻ എന്തിൻ്റെ കേടാ? സൂര്യനാണ് എനിക്ക് തരൂല. പാത്തുമ്മാന്ന് വിളിച്ച് വരുവൻ. എന്തിൻ്റെ കേട്? തേങ്ങാക്കൊല. ഓ പറയുന്ന കേട്ടാർക്ക് ഈ വലിയ പുണ്ണാളത്തെയാ. ഒന്നിനെ വെച്ചല്ലേ വലിയ പറയാൻ നിൽക്കുന്നിടേ. നീ ഒന്നും കൂടെ വാ, നമുക്ക് ക്ലാസ്സിൽ കയറാം. പാത്തുവേ, നിന്റെ പഞ്ചായത്തിലെന്നാ പറഞ്ഞേ? നിന്റെ പഞ്ചായത്തോ? ഞാൻ ഏത് പഞ്ചായത്താ? മൂലക്കമാളത്തനമ്മ. ഞാനും മൂലശ്ശേരി പഞ്ചായത്ത്. നിന്റെ പൊന്നു മൂലശ്ശേരി ഫാത്തിമേ, എന്തൊക്കെ വാ മോളെ. മൂലശ്ശേരി ഫാത്തിമ, അത് കൊള്ളാം. അത് മൂലശ്ശേരി ഫാത്തിമ. നീ പോപ്പതെന്ന് ചോദിച്ചു ഭർത്തടക്ക് തേണ്ടിപ്പട്ടി. അതിയാക്കടേ കഴിഞ്ഞ് ജൈനക്കല്ലേ മതി. അല്ല മക്കളെ, കേങ്ങം പത്രോസ് അവിടെ പോയി. കേങ്ങം പത്രോസ് നിന്റെ അച്ഛൻ. ഞാൻ പറയൂ. എന്നോട് ഞാൻ എന്താ പറഞ്ഞത്? എന്നോട് ആ പാത്തുവിനോടൊന്ന് ഞാൻ മറ്റേ ഐ ലവ് യു പറയാൻ പറഞ്ഞിട്ടെങ്കിൽ പറഞ്ഞു. എൻ്റെ തലയ്ക്ക് വീഴും. എടാ പൊട്ടാ, ഞാനാണോ പ്രേമിക്കണ്ടേ? ഞാനാണോ അവളെ കല്യാണം കഴിക്കണ്ടേ? ഞാനാണോ അവളെ കൂടെ നടക്കണ്ടേ? ഞാനല്ല ഒന്നും ചെയ്യണ്ടേ? ഞാനാണെ പോയി പറയും. എനിക്ക് ഇതിനെ പോലെ ഇങ്ങനെ പേടിത്തൊണ്ടായി ജീവിക്കേണ്ട ഒരു ആവശ്യമില്ല. ഞാനെന്തൊക്കെ പോയി പറഞ്ഞാണേ പേടിത്തൊണ്ടേ. എടാ, പ്രേമിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ നീ തന്നെ പറയാൻ വേണം. ചായ പാത്തു. ആയി ശരി, പോടപട്ടി. നിന്നോട് ഞാൻ ഇനി ജന്മതൊന്നുമില്ല. അയ്യോ അമ്മൂട്ടി, നീയായിരുന്നാ? പോകുന്ന മുന്നൂല. അല്ലെങ്കിൽ എപ്പോഴും പാത്തു ചിന്തയുള്ളൂ. ഞാൻ നിങ്ങളുടെ പെങ്ങളാണെന്നുള്ള ബോധം നിൽക്കണ്ടോ? ആയിഷിൻ്റെ അമ്മൂട്ടി പിണങ്ങല്ലേ ഇങ്ങോട്ട് വന്നു. ഇവിടെ എങ്ങനെ ഇരുന്നാൽ മതിയാ. നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം. അവിടെ ഉമ്മ കൊടുക്കുന്ന സീനുണ്ട്. വേഗം
ഷോ. ഓ തേങ്ങ നശിപ്പിച്ച് അല്ലെങ്കിലും നിന്നെ കൊണ്ടൊന്നും ഒരു ഉപകാരമില്ല. പിന്നെ അന്ന് പിന്നെ എന്തെങ്കിലും ഉപകാരമുള്ള കാര്യം ചെയ്യോ? അതുമില്ല. ഓ എൻ്റെ ശിവനേ. ഡേ നീ ഒന്ന് ജീവിക്കാൻ വിടില്ലല്ലേ? ഞാൻ സമാധാനം തരില്ല. എന്തുവാ എന്തോ വന്ന് എന്തോ കുട്ടി അങ്ങനെ പറയുന്നേ? ഞാനൊരു പാവല്ല. നിങ്ങൾ ഈ കാര്യം ചെയ്ത് ഞാൻ അങ്ങോട്ട് മാറി നിൽക്കാം. നിങ്ങളെല്ലാം കഴിഞ്ഞിട്ട് എന്നെ വിടി, ഞാൻ എല്ലാം സെറ്റാക്കി വരാം. ഇറങ്ങി പോടാ കടകോയി, അവൻ വന്നേക്കുവാ. എന്നെക്കൂടെ പറയിപ്പിക്കരുത്. അങ്ങോട്ട്. ഓ ഇപ്പം ഞാൻ കുറ്റക്കാരൻ? ഞാൻ മാത്രമല്ല. എന്നാൽ ഞാൻ മാത്രമല്ല, അങ്ങോട്ട് നോക്കി ഒരു പട തന്നെ നമ്മൾ നിങ്ങളെ നോക്കി നിൽക്കുക. അത് പിന്നെ ഞങ്ങൾ പരിചയപ്പെടാൻ വന്നല്ലേ. ഈ ഞങ്ങൾ പരിചയപ്പെടാൻ വന്ന ഇങ്ങനെയാണോ കുരുപ്പെ പരിചയപ്പെട്ട? ഒളിഞ്ഞു നോക്കിയിട്ട് എടിയടി കാട്ടുകോഴി, നീയും ഈ നിൽക്കുന്ന കാടൻ കോഴിയൊക്കെ ഒരു വർഗത്ത് പെട്ടതാ. പറഞ്ഞിട്ട് കാര്യമില്ല. ആരെ കൂടിയ നടത്തോ? വീട്ടിൽ ചായ അവര് പരിചയപ്പെടുന്നല്ലേ? നമുക്ക് പരിചയപ്പെടുത്തി അവിടെ വിട്ടിട്ട് നമുക്ക് ബാക്കി പരിപാടി നോക്കാം. You're the light, you're the night, you're the color of my blood. You're the cure, you're the pain, you're the only thing I wanna touch. Never knew that it could mean so much, so much. You're the fear, I don't care, 'cause I've never been so high. Follow me through the dark, let me take you past the satellites. You can see the അക്കൂക്ക. ഓ നീയായിരുന്ന? എന്താടി? ഏയ് ഒന്നുമില്ല അക്കൂക്ക, ഞാൻ ചുമ്മാ ബോറടിച്ചപ്പം കളിക്കുന്നത് കാണാന്ന് വിചാരിച്ചങ്ങോട്ട് ഇറങ്ങിയതാ. ഓ പിന്നെ സത്യം പറ, എന്താക്കും ദുരുദ്ദേശം? എൻ്റെ കിഡ്നിയൊന്നും ഞാൻ വിട്ടുതരൂലേ? അതൊക്കെ ഭയങ്കര റിസ്ക്കാണ്. വേറെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞു. എൻ്റെ ദേഹത്ത് ഒരു സാധനം എനിക്ക് പ്രതീക്ഷിക്കാം. എന്തുവാ അക്കൂക്ക, ഞാൻ അങ്ങനെ ചെയ്യൂ? ഞാനൊരു പാവം കൊച്ചല്ലേ. എൻ്റെ അക്കൂക്കനോട് എനിക്ക് ട്രൂലപ്പല്ലേ ഐ ലവ് യു. ഓ ഇടി സാമദ്രോഹിനി, എന്ത് ദുഷ്ടത്തെയാടി! എന്തിനാണ് എൻ്റെ അടുത്ത് വന്നേ? പോയിക്ക് അങ്ങോട്ടേക്ക് കാണണ്ട. എന്തൊരു സാധനമാടി! നീ ഇതിനാണോ എൻ്റെ അടുത്ത് ഓടിപ്പിച്ചു വന്നത്? കാക്ക പ്ലീസ് കാക്ക, എനിക്കൊരു 80 രൂപ താക്കോ കാക്ക. സത്യം പറഞ്ഞു, എന്തിനാണ് എനിക്ക് 50 രൂപ? കാര്യം പറഞ്ഞിട്ടേ തരുന്നുള്ളൂ. ആയി പിന്നെ അത് കാക്ക പിന്നല്ലേ അത്. നീ ദൂരത്ത് നിന്ന് സംസാരിച്ചാൽ മതി. നീ അടുത്തേക്ക് വന്ന ദേഹോപദ്രവമാണ്. സോ നീ ദൂരത്ത് നിന്ന് സംസാരിച്ചാൽ മതി. എന്തിനാണ് പൈസ എന്ന് പറഞ്ഞാൽ തരാം. എന്താണ് ഇക്കാക്കയും മോളും കൂടെ ഒരു സംസാരം? ഓ വന്നു ഇവരൊക്കെ എവിടെന്ന് പേരുന്ന എന്തിൻ്റെ കേടാണ് തേങ്ങാക്കൊല. അതെന്താടി ഭാഗത്ത് നിനക്ക് അങ്ങനെ ഒരു സംസാരമോ? ഇവൻ ആരാ നിനക്കറിയോ? ഈ അക്കുവിൻ്റെ ജീവനാ. ഓ ഒരു കൊക്കും ജീവനെ കൂടെ പറയിപ്പിക്കരുത്. ഞാൻ പോവാ. നിങ്ങളോടൊക്കെ പറഞ്ഞാൽ എന്നെ വേണം അടിച്ചു കൊല്ലാം. നിക്ക് പോവല്ലേ, നിനക്കല്ല പൈസ വേണ്ടേ? അക്കുവേ. ഓ എന്താടാ നാറി? എടാ അളിയാ, നിൻ്റെ പെങ്ങളെന്താടാ പറയാത്തേ? എത്ര ദിവസം എത്ര കാലമായിടിയാ ഞാൻ ബാക്കിൽ നടക്കുന്നത്. ഒരു കമ്പി വെച്ച് നമുക്ക് വളച്ചാലോ? എന്താ പറയുന്നത്? ഒരു കമ്പി വാടകയ്ക്ക് എടുക്കാം. എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് എംസാൻഡോ സിമെൻറ്റോ ഇട്ടിട്ട് വളയ്ക്കാം. ശേഷം നമുക്കത് ഫിറ്റായതിനു ശേഷം ഇവരെടുക്കാം. എംസാൻഡൊക്കെ അതെന്തിനാ കമ്പി വളയ്ക്കുന്നേ? എനിക്ക് മനസ്സിലായില്ല. നീ അല്ല വേറെ വളയുന്നില്ല എന്ന് നമുക്ക് വളച്ചെടുക്കാം. പേടിക്കണ്ട. നാറിയാതല്ല പട്ടി, ഇത് മറ്റേ വള. അതല്ല മറ്റേടാ, അത് സെറ്റാവാത്ത വള. ഇനി വള വേണോ നിനക്ക്? വള വേണം, ഞാൻ വായിത്തത്. നമുക്ക് ഇപ്പം തന്നെ ഫാൻസി പോവേ വാ. വെറുതെ അല്ലടാ നിന്നെ പാത്തോട്ട് അലക്കുന്നേ വൃത്തിയായിട്ടവനെ. എന്തൊരു സാധനം നിന്നെ സഹായിക്കുന്നതിന് പാത്തൂര് ഗോൾഡ് മെഡൽ കൊടുക്കണം. ഓ നിന്നെയൊക്കെ സഹായിക്കുന്നതിന് എനിക്ക് വേണം. ശരി, എനിക്കാണ് മെഡൽ തരണ്ടേ. ഒരു ഭ്രാന്തൻ സോൾമേറ്റ്, ഒരു ഭ്രാന്തി പെങ്ങളുണ്ടെങ്കിൽ ഒരു ചേട്ടൻ്റെ രോദനം അല്ലെങ്കിൽ ഒരു സോൾമേറ്റിൻ്റെ രോദനം നീ ഒന്നും കാണൂല. ശിവനെ ഈ വിറ്റുകളെ കൊണ്ട് തോറ്റ്. തന്നെ നിന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ പോവാ, ക്ലാസ് തുടങ്ങാനായി. ഹലോ എവരിവൺ, ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ തന്നെ, നിങ്ങൾ നോക്കണ്ട. എന്ത് പറയാനാ, ഞാനിവരുടെ സാറാണ് മക്കളെ. ഈ തെണ്ടികൾക്ക് ഒരു ബഹുമാനമല്ല, എന്നാൽ കുറച്ച് ബഹുമാനം എനിക്ക് തരില്ല. നമുക്ക് നമ്മുടെ ഫാത്തിമേനെ ഒന്ന് ശരിയാക്കി എടുക്കാം. കമാ ഫാത്തിമ നമ്മുടെ ഇന്നലെ എവിടെ പഠിച്ചു നിർത്തി? എനിക്ക് അയ്യോ സാറ്
സാർ റീപ്രൊഡക്ഷൻ അല്ലേ? എന്താണ് അപ്പം ഞാൻ ചോദിക്കട്ടെ, എൻ്റെ സബ്ജക്റ്റ് എന്തുവാ തനിക്ക് ഓർമ്മയില്ലേ? ഫാത്തിമ, തന്നോടാണ് എൻ്റെ സബ്ജക്റ്റ് എന്തുവാ തനിക്ക് അറിയത്തില്ലേ? ആ സാർ എൻവയോൺമെൻറ്റ് സാർ സബ്ജക്റ്റാണ് എൻവയോൺമെൻറ്റ്. ഫാത്തിമ, ഇന്നലെ എടുത്ത ടോപ്പിക്ക് താൻ ഇവിടെ വന്ന ക്ലാസ് എടുക്കുക. തനിക്ക് ഈ ഇൻഫർമേഷൻ അറിയാനൊന്നും പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു കൊടുത്തിട്ട് അത് ഞാൻ തന്നെ ചുറ്റ വന്നിരിക്കാം. ബാ. ഓക്കെ ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. ഓക്കെ, അപ്പോൾ ഇൻറ്റേർണൽ എക്സാമിൻ്റെ ഡേറ്റ് വന്നിട്ടുണ്ട്. സോ അതിനൊരു ടൈം ടേബിൾ ഉണ്ട്. ഫാത്തിമ തന്നെ എൻ്റെ കൂടെ ഓഫീസിലേക്ക് വാ. വിടടാ തേണ്ടി തന്നെ, എൻ്റെ അടുത്തൊന്നും പിടിക്കണ്ട. എന്തൊക്കെയായിരുന്നു ചാടാ. ഫാത്തിമ, അവൻ്റെ പാത്തുമ്മനോട് പറപ്പിക്കരുത്, തന്നെ വിടാൻ പറഞ്ഞ നിന്നോട്. അവൻ്റെ അമ്മൂമ്മയുടെ ദേഷ്യം പാത്തുമ്മ തേങ്ങാക്കൊല. മേ ഐ കമ്മിങ് സർ? മാറി കാക്ക. പാത്തുട്ടി, എന്താണ് മ്ലാനത? ഒന്നുമില്ലേ, എന്താ പറയാ സോൾമേ, രണ്ടാളും കണക്ക്, ആങ്ങളെ കണക്ക് പറയുന്നില്ല. എൻ്റെ കൽവിലെ വെണ്ണിലാവ് നീ നല്ല പാട്ടുകാരാ, തട്ടമിട്ടു ഞാൻ കാത്തു വെച്ചൊരു മുല്ലമുട്ടിലോരും കത്തിരുന്നു വേണ്ടേ എൻ്റെ പാട്ടുകാരാ, സുൽത്താൻ്റെ കൂട്ടുകാരാ. ഓ തുടങ്ങി 11. എൻ്റെ പൊന്നടാവേ ഒന്നുമില്ല, ആ പരട്ട കടുവ എനിക്കൊരു പണി തന്നു, അത്രേ ഉള്ളൂ. I wanna be a Ford Cortina. I will never run. ഡേ, നീ എന്തുവാ എൻ്റെ കോച്ചിനെ ചെയ്തേ? അവളുടെ മുഖം എന്താ പാടിയിരിക്കുന്നേ? നമ്മളൊന്നും ചെയ്തില്ലേ ഇച്ചായ. ഫാത്തിമ, എൻ്റെ കോച്ചിനെ പറ്റേ? ആ പരട്ട കടുവ എനിക്ക് പണി തന്നു, അവൻ്റെ അമ്മൂമ്മയുടെ ദേഷ്യം ചോദിച്ചാൽ കേൾക്കണം വെച്ചാൽ അത് ഞാൻ ക്ലാസ്സിൽ ഇന്നലെ ഇല്ലായിരുന്നല്ലോ, അവനറിയാം. എന്നിട്ടും പറഞ്ഞപ്പോൾ എന്നോട് ടോപ്പിക് എന്താണെന്ന് ചോദിച്ചാൽ അപ്പോൾ എനിക്ക് മറന്നു പോയ എൻ്റെ ടോപ്പിക്ക് ഞാൻ ബയോളജി പറഞ്ഞു. അപ്പോൾ എന്നോട് അറിയാം എനിക്ക് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് ഇവിടെ വന്നിട്ട് എടുക്കുമെന്ന് പറഞ്ഞു ഭയങ്കര സീനാക്കി. ഇതൊക്കെ സംഭവിച്ചു. ഹോംവർക്ക് അവനെ ശരിയാക്കണം. അവൻ്റെ സന്ധ്യയും മാലപ്പറക്കം വെച്ച് ഞാൻ പൊട്ടിക്കും. അല്ല പിന്നെ കൊച്ചിനാവേ. മാലപ്പടക്കം വേണ്ട, ഗുണ്ട് തന്നെ വെച്ച് പൊട്ടിക്കണം. അടിപൊളി. പാവൻ്റെ പിടിച്ചെൻ്റെ സോൾമേറ്റ് നിങ്ങൾ അയാളോട് കൊല്ലൂ. സബാഷ്. അല്ലേലും ചെയ്യാനുള്ളത് മൊത്തം ചെയ്തിട്ട് പോ. എൻ്റെ കുഞ്ഞു ഹോബൂട്ടനല്ലേ, വിട്ടുകള. കുഞ്ഞുമല്ല വലുതുമല്ല ഞാൻ. എന്തൊക്കെ കേൾക്കണോ ഇവളെന്താ ഇവരെയാണെന്താ ചെയ്തെന്ന്. ഫോൺ വിളിച്ചയാൾ എടുക്കൂല, മെസ്സേജ് അയച്ച ഐ എം ബിസി എന്ന് പറഞ്ഞു. മോളുടെ മെസ്സേജ് എന്നെ കൂടെ പറഞ്ഞല്ലേ ചെറ്റനാൾ തന്നെ ഇങ്ങനെ കൊല്ലുന്നു. എന്റെ പൊന്നു ഓബി, അത് പിന്നല്ലേ അത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഒരു തിരക്ക്. ഉണ്ടായിരുന്നു നിങ്ങള് അങ്ങോട്ട് ബിസി. മര്യാദ അവിടെ നിന്നോ, നിങ്ങളെന്ത് കൊല്ലുഞ്ഞേ. Come on guys, run videos. പാത്തുമേ, ഇന്ന് നമുക്ക് പോവാം. ഓടിയവരും ചാടിയവരൊക്കെ വഴി വരും. ഇല്ലക്കാ, നന്ദു വന്നില്ല, അവളെ കൂട്ടണ്ടേ. പാത്തുവേ, എത്രയൊക്കെ ഫ്രണ്ട്സാന്ന് പറഞ്ഞാലും അവർക്ക് അവരുടേതായ ഒരു എന്താ പറയുക, ഒരു ഇതുണ്ട്, ഒരു സ്പേസ് ഉണ്ട്. ഇപ്പം ജീവയ്ക്ക് നന്ദിനിക്കാണെങ്കിൽ നന്ദിനാണെങ്കിൽ അവർക്ക് അവരുടേതായ സ്പേസ്, ഹോബിക്ക് വിച്ചായനാണെങ്കിൽ അവിടെ അവർക്കൊരു റേസ് ഉണ്ട്. സോ നമുക്ക് എല്ലായിടത്തും നമ്മുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ പോലും ഓരോരുത്തർക്കും ഒരു ടൈമിംഗ് പ്ലേസ് ഉണ്ട്. സോ ആ സമയത്ത് നമ്മുടെ അവരെ ഡിസ്റ്റർബൻസ് ചെയ്യണ്ട. ഹോയ് ചിലക്ലീസ്, എന്താ മക്കളെ ഇവിടെ പരിപാടി? ഏയ് ഒന്നുമില്ലടാ, ഞങ്ങളവരൊന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. ഞങ്ങൾ പോവാട്ടോ. എന്നാൽ നീ നന്ദിനെ ജീവനൊക്കെ കാണുമ്പോൾ പറ ഞങ്ങൾ വീട്ടിൽ പോയി. അതെന്താ നിങ്ങൾ വേഗം പോകുന്നേ? അവരൊക്കെ വന്നിട്ട് ഒരുമിച്ച് പോവാം. നമുക്ക് പോവാം, ഞങ്ങൾ പോവാം. നീ ഒരു കാര്യം ചെയ്യ്, അവരോട് പറ കേട്ടോ. അത് കണ്ടാൽ ഈ പിന്നെ നാളെ കാണാം. ടാറ്റ. പാത്തുവേ, എന്താണ് സാറേ ഒരു കള്ളലക്ഷണം? അത് പിന്നെ പത്തുമാ,
നിൻ്റെ ക്ലാസ്സിലെ മാളവിക കൊച്ചില്ലേ? മാളകാരണ കൊച്ചുണ്ട്. അത് ആ കൊച്ചിൻ്റെ നമ്പർ ഞാൻ നിൻ്റെ ഫോണിൽ നിന്ന് എടുത്ത് ജസ്റ്റ് ഒന്ന് ഞാൻ മെസ്സേജ് അയച്ചു, അത്രേ ഉള്ളൂ. പട്ടി പിന്നെ ഞാൻ எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தான் அடிச்சுக்க ஊரல ஆளே கிடையாது. எங்க அண்ணன் அன்ப அள்ளி தெளிக்கிறதில் மண்ண தங்க பாசத்தில் அவனை தான் அடிச்சுக்க ஊரல ஆளே கிடையாது. ஏ வீட்டு தலைவி இந்த ஜில்லாவோட அழகி, அண்ணங்காரே அன்றாடம் நனையும் அன்பான அருவி. ஏ தங்க மை தங்க வெள்ள மனசு கொண்ட நல்ல தங்க அந்த பாசத்துல പിള്ളേരെ നിർത്തടാ, എന്തുവാ ഇത്? പിള്ളേർ എടാ അക്കു നിർത്ത് പാത്തോ. ഇല്ല ചായ, ഇവനെ ഞാനിത് കൊല്ലും. നിക്കടാ അവിടെ. നിർത്തിപ്പിള്ളേരെ, എന്തുവാ ഇത്? വൈകുന്നേരം വന്നാൽ എന്തെങ്കിലും ഉണ്ടാവും ദിവസം കറ കലവില്ലേന്ന് കൂടെ നിർത്തിക്കാൻ കണ്ടു. നന്ദുട്ടി ഇവൻ ചെയ്ത് പരിപാടി നന്ദുട്ടി കേട്ടാ. ഇവൻ എൻ്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർക്ക് എൻ്റെ ഫോണ് നമ്പർ എടുത്ത് മെസ്സേജ് അയക്കുന്നത് എന്തുവാ ഇത്? എൻ്റെ പാത്തുമ്മ, ഇത് എന്തിനാ അവനോട് വെറുതെ കച്ചറക്കി പോകുന്നേ? അതൊരു മന്ദ സെക്കൻഡല്ലേ. നമ്മൾ ഈ ബുദ്ധി വളർച്ചയില്ലാത്ത പയ്യന്മാർ എന്താ ചെയ്യാ? നമ്മൾ അവരെ കുരുത്തക്കേട് കാണിച്ചാ ഒന്നും പറയില്ലല്ലോ, അത്ര ഉള്ളത്. അയ്യോ എനിക്ക് മതി, അതൊന്നും കേട്ടാ മതി. അയ്യോ നന്ദോട്ടി കുരുത്തക്കേട് കാണിച്ചതും പോലെ രണ്ടും കൂടെ പോയി പഠിക്കൂല്ലേ. എന്തു വായത്? വൈകുന്നേരം വന്നാ തുടങ്ങും. പോയി പർപ്പസ് അവരവിടെ നന്ദോട്ടിനോട് പരാതി പറയുക. അതിനൊന്നും ഞാൻ നിങ്ങൾക്കൊരു സീക്രട്ട് പറഞ്ഞുതരാം. നോക്കൂ, ഷീസ് അവർ സെക്കൻഡ് മദർ. എൻ്റെ ഫ്രണ്ടിലുപരി ഞങ്ങളുടെ ഒരു അമ്മയും കൂടെ ആയിട്ടോ. നന്ദൂട്ടി ജീവിച്ചായതിന് എന്തുകൊണ്ട് ഞങ്ങളെ വീട്ടിൽ നിങ്ങൾ ഉദ്ദേശിച്ചില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലായിരുന്നു എൻ്റെ ഒരു കസിൻ ബ്രദറാണ് ആളെന്ന്. സോ ഞങ്ങൾക്കാരും ഇല്ലാത്തതുകൊണ്ട് ഇവർ ഞങ്ങളെ വീട്ടിൽ വന്ന് നിൽക്കുക ചെയ്യുന്നത്. എങ്ങനെയുണ്ട്? പുലരുളി വന്നു ചേരുന്നിതാ, ദൂരെ മായുന്നിതാ. വായു 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 വായു. കാക്ക ഉറങ്ങിയോ? ഞാൻ നിന്നെ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. വാ ഉറങ്ങാം. ബെസ്റ്റ്. എങ്ങനെ ഇരിക്കണ്? ഇത് കണ്ട് ജീവിച്ചങ്ങള്. ഇവർ രണ്ടും കൂടെ വഴക്കുണ്ടാക്കുന്ന കണ്ടിരുമ്പോ ജന്മത്തടുക്കൂല. അച്ചാതി വഴക്കും തെറി വിളിയാത്തുവാ. എന്നാലോ 10 മിനിറ്റ് മതി ഒരു ഉറുമ്പ് പഞ്ചസാരയാവാൻ. അല്ല നന്ദു, പഞ്ചസാരയും ഉറുമ്പും അല്ലല്ലോ, അതേ ശർക്കരയല്ലേ? എനിക്കിന്ന് അവിടെ ശർക്കരയല്ല. നിങ്ങൾ പുറപ്പെട്ടോ? പോയി പുറപ്പെടും മനുഷ്യ. ഇനി ഇങ്ങോട്ട് വരുത്തരുത്. ഞാൻ അട്ടി ഇങ്ങോട്ട് ശക്തം വെച്ച് സന്ധിക്കാനായിട്ട് തരും, കേട്ടില്ല? വേഗം കേട്ടോ. ആ നന്ദൂട്ടി, ഒരു 2 മിനിറ്റ് കൂടെ കേട്ടപ്പ വരാവേ. ഒന്നും മിണ്ടാതെ കിടക്കിക്കൊക്കെ സമയമുണ്ട്. 7 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. 9 മണിക്കാ ക്ലാസ്. നമുക്ക് സെറ്റാക്കാം. കിടന്നു എന്തൊരു കഷ്ടപ്പില്ലായിരുന്നു ലേറ്റ് ആയത്. അയ്യോ പാത്തു മോളെ, എന്ത് പറ്റി? എന്താ പ്രശ്നോ? പാത്തു ഉടായ്പിന് കയ്യും കാലും വെച്ചിട്ട് പാളയുള്ളൂ. നെക്സ്റ്റ് അക്കോ, എടാ എനിക്കാ
എന്നിട്ടേ ഒരു 2 മിനിറ്റും കൂടെ. അക്കോ ഓ എഴുന്നേറ്റിന് ചൂടാവണം, ഇതൊരു കഷ്ടമല്ലേ. മോനെ കുട്ടാ. ഹോയ് ചെല്ലപ്പാത്തു. എന്തുവാടേ? 143. ഓ തന്നെ. 1432. ഓ നോട്ടി ബേബി. വെയിറ്റ് അവളെന്താ പറഞ്ഞേ? എടാ അവളെന്താടാ പറഞ്ഞേ? അവള് ഞാൻ പോവാന്ന് പറഞ്ഞു. എടാ അതല്ലടാ, അതിന് മുന്നേ പോവാന്ന് പറയുന്നതിൻ്റെ മുന്നേ എന്താടാന്ന് എന്നെ വിളിച്ച്, അല്ലാണ്ട് ഇപ്പം എന്താ? എടാ അതിന് ശേഷം എന്താടാന്ന് വിളിച്ചതിന് ശേഷം പറഞ്ഞതെന്താ? ഞാൻ പോവാണെന്ന്. അത് ശരി ഏട്ടാ, എനിക്ക് കുറത്ത എന്നെ അങ്ങ് കൊല്ലണം നീ. ജമ്മ ഇങ്ങനെയൊക്കെ ഇവനത് എന്തുവാടാ പറയണേ അക്കുവേ? നമ്മളൊന്നും കേട്ടില്ലല്ലേ, ഇവന് മാത്രം എന്താ കേൾക്കാൻ ഒരു സാധനം കേട്ടെ? ഞാൻ അവളോട് 143 എന്ന് പറഞ്ഞു, അവൾ 143 സെം 2 എന്ന് പറഞ്ഞു. ഓ ഞങ്ങളൊന്നും കേട്ടില്ല. എന്ത് നിങ്ങളൊക്കെ 143 പറയോ? സാർ, ഫാത്തിമയ്ക്ക് പണിഷ്മെന്റ് ഉണ്ടായിരുന്നു, അത് ഫാത്തിമ ചെയ്തിട്ടില്ല. അതവൾ രാവിലെ വന്ന് എനിക്ക് ഓഫീസിൽ കാണിച്ചു തന്നു. ബിക്കോസ് താനൊന്നും നോക്കാൻ നിൽക്കണ്ട, പനിഷ്മെന്റ് ഞാൻ കൊടുത്തെങ്കിൽ ഞാൻ അത് സോൾവ് ചെയ്തോളൂ, കേട്ടല്ലോ. സിറ്റ് ഔട്ട്. ഹോയ് സാർ. പാത്തു താനോ? എന്താ? താങ്ക്സ് കേട്ടോ എന്നെ ഹെൽപ്പ് ആക്കിയതിന്. ഞാനത് മറന്നു പോയതാ, സോറി. താൻ താങ്ക്സ് പറയുന്നു എന്തിന്? എൻ്റെ അക്കുവിൻ്റെ പെങ്ങളല്ലേ, അതിന് പുറമെ എന്താ? അക്കുവിൻ്റെ പെങ്ങളായ എനിക്കെന്ത് സവിശേഷത? അതിന് പുറമെ എന്തോ ഉണ്ടല്ലോ. അത് പാത്തു അത് എടാ ഐ ലവ് യു. ഞാനെന്താ ഒന്നും മിണ്ടാതെ നിൽക്കുന്നേ, നോക്കി നിൽക്കുന്നേ? ഏയ് ഒന്നുമില്ല, ചുമ്മാ. ശരി എന്നാ. എടാ എന്താടാ? ഏയ് ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ. ഒന്നുമില്ല. എനിക്കറിയാത്തതല്ലേലോ നിന്നെ, ഞാൻ കാണാൻ തുടങ്ങിയിട്ട് കുറച്ച് കാലമായല്ലോ. എടോ, നീ വിചാരിച്ചതും കേട്ടതും ഒക്കെ സത്യം തന്നെയാ. ഷീസ് ലവ് യു. നീ നെട്ടണ്ട, ഞാൻ കാര്യം പറഞ്ഞ നിനക്ക് ഞാൻ കഥ പറഞ്ഞു തരാം. അതോ നീ എന്താ ഉറങ്ങാതെ എങ്ങനെ കിടക്കുന്നേ? ഒന്നില്ല കാക്ക, ഞാൻ ഓരോന്ന് ആലോചിച്ചതാ. എന്ത് പറ്റി എൻ്റെ കൊച്ചിന് ഇത്രമാത്രം ആലോചിച്ചിട്ട് കിടക്കാൻ? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏയ് ഒന്നില്ല കാക്ക, ഞാൻ എവിടേക്കോ എന്തൊക്കെയോ തെറ്റ് ചെയ്തോ, അല്ലെങ്കിൽ എന്തോ സംതിങ് റോങ് ആയ എന്തൊക്കെയോ കാര്യങ്ങൾ ഞാൻ ചിന്തിക്കോ, വിചാരിക്കോ, ആഗ്രഹിക്കോ, എന്തൊക്കെയൊക്കെയോ ചെയ്തു. ഇതിന് മാത്രം എൻ്റെ കൊച്ചിന് എന്തത്ര പ്രശ്നം? എന്താ പറ്റിയേ? ഇക്കാക്ക, ഞാൻ പറയാൻ പോകുന്നത് കേട്ടാൽ ഇക്കാക്ക എന്നോട് ദേഷ്യപ്പെടുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് എനിക്കൊരു സംതിങ് ഫീലിംഗ് ഡിഫറെൻറ്റ്. ഇക്കാക്ക, അത് മറ്റേ കാർത്തി സാർ, ഐ ലൈക്ക് ഹിം. ഇക്കാക്ക ചെയ്തത് തെറ്റാണോന്ന് എനിക്കറിഞ്ഞൂടാ. ഏതോ ഒരു നിമിഷം എനിക്കെന്തോ വഴക്കുകൂടി ഇഷ്ടമല്ലാത്തതിൽ നിന്ന് ഇഷ്ടമുള്ളതിലേക്ക് മാറിയതാണ് എനിക്കങ്ങനെ. തെറ്റാണോന്ന് എനിക്ക് അറിഞ്ഞൂടെ കാക്ക, സോറി. ഏയ് എൻ്റെ പാത്തുട്ടിനോട് സോറി പറയരുത്. നീ ചെയ്തതും പറഞ്ഞതൊന്നും ഒരു തെറ്റുമില്ല. എടാ, ഉള്ളിലുള്ളത് ആ സമയത്ത് പറയണം. പിന്നെ ഉള്ളിലുള്ളത് പറയാൻ നിന്നാൽ ചിലപ്പോൾ ആളുണ്ടാവില്ല. അത് പല കാരണങ്ങൾ കൊണ്ടും അത് ഇല്ലാതാവും. ചിലപ്പോൾ അയാൾ തന്നെ ഇല്ലാതായിന്ന് വരും. സോ പറയാനുള്ളത് എപ്പോഴാണോ, ആരുടെ മുഖത്ത് നോക്കിയാണോ, അത് അപ്പം തന്നെ പറയാം. അത് വഴക്ക് ചീത്തയായിക്കോട്ടെ അല്ലെങ്കിൽ നല്ലതായിക്കോട്ടെ, എനിവേ ഇങ്ങനത്തെ ലവ് ആയിക്കോട്ടെ, ഫീലിങ്സ് അയാൾക്കത് അക്സെപ്റ്റ് ആക്കണം എന്നുള്ളത് നമ്മുടെ ടോപ്പിക്കല്ല. പക്ഷേ നമുക്കത് പറയണം എന്നുള്ളത് അത് നമ്മളോട് കാണിക്കുന്നൊരു നീതിയാണ്. അതന്നെ കാണിച്ചില്ലേ, നമ്മളത് നീതികേട് കാണിക്കണം നമ്മളോട് തന്നെ. സോ നീ അത് ഓപ്പണാക്കി അവനോട് പറയാം. എടാ, ഇതൊക്കെയാണല്ലോ നടന്നേ. പിന്നെ ഇന്നലെ തന്നെ നിന്നെ വിളിക്കാൻ നിന്നതായിരുന്നു, പക്ഷേ നന്ദു പറഞ്ഞു പോയി കിടന്ന് ഉറങ്ങുമെന്ന് പറഞ്ഞു. അങ്ങനെ വന്ന് കിടന്നതാ. സംഭവം അവൾക്ക് നിന്നോട് ഇഷ്ടമൊക്കെ തന്നെയാണ്. ബട്ട് എന്തോ ഓപ്പണാക്കാനൊരു ഇത് കിട്ടായിട്ടാ. നീ പോയിട്ട് അവളോട് സംസാരിക്കും. പാത്തു, എന്താ പറ്റിയേ? പാത്തു, ഞാൻ കേട്ടത് സത്യമാണോ?
എന്നോട് അക്കു പറഞ്ഞതൊക്കെ സത്യമാണോ? അത് കത്തി സോറി, പക്ഷേ എനിക്കറിഞ്ഞൂടാ, നിന്നോട് വഴക്കിട്ട് എപ്പോഴോ എനിക്ക് നിന്നെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. സോറി, എനിക്കതേ പറയാനുള്ളൂ. നീ ഓക്കെ ഒന്നും ചിന്തിക്കണ്ട. പക്ഷേ അതിന് എന്തൊക്കെയാ പറയുന്നത്?